ഈ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ തിരികെ വരാത്തത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഹോട്ടൽ മേഖലയെക്കുറിച്ചാണ്. പക്ഷേ അതുമാത്രവുമല്ല, ഇപ്പോൾ ബംഗാളിൽ നിന്നും അസമിൽ നിന്നും ഉൾപ്പെടെ തൊഴിലാളികൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായ മേഖല. സ്ഥാപനം അടച്ചു പൂട്ടാതിരിക്കാൻ കുറച്ചു തൊഴിലാളികളെ വിമാന ടിക്കറ്റ് വരെ നൽകി തിരികെ എത്തിച്ച കമ്പനി ഉടമകൾ വരെയുണ്ട് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വോട്ട് ചെയ്യാൻ കുടുംബസമേതമാണ് പലരും നാട്ടിലേക്ക് തിരിച്ചത്. ഇനി സൂചിപ്പിച്ചതുപോലെ ബക്രീദ് കൂടി ആഘോഷിച്ചിട്ടേ ഇവരിൽ പലരും തിരികെ വരികയുള്ളൂ എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾ, ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് അസമിലേക്കും ബംഗാളിലേക്കും പോയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളുടെ കാഴ്ചകൾ തുടരുകയാണ്. നമ്മളുള്ളത് പ്ലൈവുഡ് ഫാക്ടറിയിലാണ്. ഇവിടെ പെരുമ്പാവൂരിൽ കൈരളി പ്ലൈവുഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലെ ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 70ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് വളരെ കുറച്ച് പേരെ മാത്രമേ ഇപ്പോഴുള്ളൂ. അത് തന്നെയും ഉടമ വിമാനമാർഗവും മറ്റുമാണ് അത്യാവശ്യം തൊഴിലാളികളെ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈ ജോലി തുടരാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇവരെ ഇവിടേക്ക് എത്തിക്കുക എന്നത് വലിയ ഒരു പ്രതിസന്ധിയാവുന്നു. കാരണം നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള വിമാന ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ കുത്തനെ ഉയർന്നതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കടക്കം മാറുകയും ചെയ്തിരുന്നു. നമുക്കൊപ്പം ഇവിടെ തൊഴിലാളികൾ കൂടി ചേരുന്നുണ്ട്. आदमी अभी आया नहीं है. अभी आदमी आने में थोड़ा हमको लेट हो रहा है और इलेक्शन की वजह से थोड़ा प्रॉब्लम हुआ. तो बंगाल का और अपना असम का जो इलेक्शन हुआ उसमें आदमी सब घर गया. घर जाने के बाद ख्याल आने में थोड़ा वो लोग को प्रॉब्लम हो रहा. क्यों ट्रेन का टिकट नहीं मिलता, फ्लाइट का टिकट ज़्यादा हो गया, बस में रस ज़्यादा है, इसके वजह से थोड़ा प्रॉब्लम हो रहा है. तो आएगा आदमी धीरे धीरे. हमारा बहुत कंपनी का लॉस भी हो रहा है ज़्यादा, क्योंकि आदमी नहीं आ रहा, हमारा काम वर्क चल नहीं रहा, इसकी वजह से ज़्यादा प्रॉब्लम हो रहा है. तो आदमी 2 महीना 3 महीना में आदमी आ जाएगा. लेकिन क्या अभी ट्रेन का फ्लाइट का टिकट में प्रॉब्लम हो रहा है. इसके लिए आसाम और बंगाल का ज़्यादा आदमी हमारे पास आसाम बंगाल का फैक्ट्री में, इसकी वजह से ज़्यादा फैक्ट्री का हमारा लॉस हो रहा है. क्योंकि हमारा काम चल नहीं पा रहा. हम लोग का पेमेंट पूरा आता है, काम चलता नहीं, इसके लिए पेमेंट पूरा देना पड़ता है आदमी को. इसकी वजह से थोड़ा हमारा कंपनी डिले हो रहा होगा. 3-4 महीना में फिर लाइन में आ जाएगा, क्योंकि आदमी जब आएगा उसके बाद लाइन पे आएगा कंपनी. നമ്മൾ നെല്ലുവേലി നമ്മൾ പണിക്കാരെ ഇലക്ഷനായിട്ട് നാട്ടിൽ പോവുകയാണ്. അത് ഇലക്ഷൻ കഴിഞ്ഞു ശേഷം അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് കിട്ടുന്നില്ല. അവർക്ക് ഇവർ കുറേ ട്രൈ ആക്കി ടിക്കറ്റ് കിട്ടുന്നില്ല. കുറേ ഫാമിലിമാർ പോയിട്ടുണ്ട്. ഫാമിലിമാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബാച്ചിലറായിട്ട് എങ്ങനെയായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരും. പക്ഷേ ഫാമിലിയായിട്ട് അവർ വരാൻ ഭയങ്കര बुद्धिमुട്ടുണ്ട്. अन्नाइट इसीलिए वो लोग बहुत ट्राई किया है इधर आने के लिए. आएंगे लेकिन ईद का बाद आएंगे. ഇത് കഴിഞ്ഞിട്ട് അവർ വരും. നമ്മളിപ്പോൾ നെല്ലുവേലി പണി കുറവാ, ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞിട്ട് പണി സ്ലോ ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം, ഇത് ഈ മാസം അവസാനമാണ്, അത് കഴിഞ്ഞതിന് ശേഷമേ കൂടുതൽ തൊഴിലാളികൾ തിരിച്ചെത്താനുള്ള ഒരു സാധ്യത അവർ തന്നെ പറയുന്നു. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയുടെ ഒരു കാലം കുറച്ചുകൂടി നീങ്ങുമെന്നാണ് ഏതാണ്ട് ഉറപ്പായിരിക്കും. നമുക്കൊപ്പം കൈരളിയുടെ പ്ലൈവുഡ് ഉടമ ആൽവിൻ കൂടി ചേരുന്നുണ്ട്. ആൽവിൻ, കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ വലിയൊരു അവസ്ഥയിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഫസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു 30% പണി മാത്രമേ നടക്കാൻ സാധിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SIR നിർബന്ധം പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ തൊഴിലാളികളും തന്നെ പോയി. ഞങ്ങൾ ബസ് വിളിച്ച് അങ്ങോട്ട് വിട്ടു, അതേ ബസ്സിൽ വരാമെന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് പോയത്. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഈ വെയിലിൻ്റെ ഈ ചൂടുള്ളത് കൊണ്ട് അവർ വളരെ ടയർഡായി പോയത്. അപ്പോൾ നമുക്ക് അവർ നിർബന്ധിക്കുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ട്രെയിൻ ട്രൈ ചെയ്തപ്പോൾ ട്രെയിൻ ടിക്കറ്റ് അപ്പോൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോഴും ട്രെയിന് കിട്ടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഒരു ഷിഫ്റ്റിലുള്ള പണിക്കാരെ മൊത്തം ഗുവാഹത്തി കൊച്ചി ഫ്ലൈറ്റിലാണ് കൊണ്ടുവന്നത്. 17,000 രൂപയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ചാർജ്. അപ്പോൾ എല്ലാവരും നമുക്കത് പോസിബിൾ അല്ല. പിന്നെ നമ്മൾ മാക്സിമം ഇപ്പോൾ തന്നെ 50% വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുള്ളൂ. എന്നാലും പല മേഖലയിലും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് സ്പെഷ്യൽ കൺസിഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ അൺസ്കിൽഡ് തൊഴിലാളി നമുക്ക് തന്നെ ഒരു 300ഓളം തൊഴിലാളി ഈ സ്ഥാപനത്തിൽ വേണം. അപ്പോൾ അതിൽ തന്നെ 50% താഴെ തൊഴിലാളികളാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അതനുസരിച്ച് കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് ഭയങ്കര ഒരു സ്ട്രഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു പ്രതിസന്ധി തന്നെ നമ്മൾ മൊത്തത്തിൽ ഈ മേഖലയിൽ മൊത്തത്തിലാണ്. എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ട്. പക്ഷേ പ്ലൈവുഡിൽ 95% അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ, കാരണം പെരുമ്പാവൂർ അടയാളപ്പെടുത്തുന്നതും അറിയപ്പെടുന്നതും എല്ലാം തന്നെ ഈ പ്ലൈവുഡ് മേഖലയുടെ ഒരു വളർച്ച, ആ ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ച കൊണ്ട് തന്നെയാണ്. അതിലിപ്പോൾ ബഹുഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത്. അവരെപ്പോൾ തിരിച്ചെത്താതെ വരുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. വൈകാതെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കൂടുതൽ തൊഴിലാളികൾ എത്തിച്ചേരുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പെരുമ്പാവൂരിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.
യെസ്, യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ മേഖലകളിൽ ഒന്നടങ്കം ഒരു മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നിർമ്മാണം നടക്കുന്ന പ്രവൃത്തികൾ അത് പൂർത്തീകരിച്ചെടുക്കുക എന്നതൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും അനിവാര്യമായ ആവശ്യമാണ്. സൂചിപ്പിക്കുന്ന പോലെ, ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റ് ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട്. ചെലവുകൾ, വാടകയും മെഷീൻ വരുന്ന ചെലവുകളും കറണ്ട് ചാർജും അങ്ങനെയൊക്കെയുള്ളവയിലൊന്നും ഒരു കുറവും സംഭവിക്കുന്നില്ല. അതിനിടയിൽ കൃത്യമായ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നില്ല എങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ നഷ്ടത്തിലേക്ക് ഇവ കൂപ്പുകുത്തും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളികളുടെ വരവ് വൈകുന്നു എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.